ഡൽഹിയുടെ തെരുവുകളിൽ, രാജ്യത്തിന്റെ തെരുവുകളിൽ ഒട്ടും വീര്യം ചോരാതെ പോരാടിയ യുവതയുടെ വിജയമാണ്, വിദ്യാർത്ഥികളുടെ വിജയമാണ്. ആ സമരത്തിനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിയ, രാജ്യത്തുടനീളം നേതൃത്വം നൽകിയ, തെരുവിലിറങ്ങിയ, മനസ്സുകൊണ്ട് ഈ സമരം കമ്മ്യൂണിറ്റിയിൽ നിന്നും തുടങ്ങിയ ഈ ഒരു പ്രൊട്ടസ്റ്റ് അത് ആളിക്കത്തി ഇന്ത്യ മൊത്തം കടന്ന് സ്റ്റുഡൻസ് ഒക്കെ അവിടെ എത്തി ആ മാർച്ച് നടത്താൻ ഇവർ സമ്മതിച്ചിരുന്നെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ലായിരുന്നു. ലാത്തി ചാർജ് ചെയ്ത് ഇവരെ കൊല്ലാക്കൊല ചെയ്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചതിന് ശേഷം മെഴുകിക്കൊണ്ട് ശശികല ടീച്ചർ ഒരു പോസ്റ്റുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അതുവരെ പിന്തുണയ്ക്കാത്ത ശശികല ടീച്ചർ കേന്ദ്രമന്ത്രി രാജിവെച്ചതല്ല, രാജിവെപ്പിച്ചാണ് നമ്മളെ ജെൻസി പിള്ളേർ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയട്ടെ, പാർട്ടികളെ സപ്പോർട്ട് ചെയ്യുന്ന, ജെൻസി പിള്ളേരെ സപ്പോർട്ട് ചെയ്യുന്ന, രാജിവെപ്പിച്ച് അഴിമതി നടത്തി 20 കുട്ടികളുടെ ജീവൻ അപകടത്തിൽ ആക്കിയ ഈ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിമാർക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം നടത്തിയ ജെൻസി പിള്ളേരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ ശശികല ടീച്ചറിനെ വെറുക്കുന്ന ആളുകൾ കൂടി ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യണേ. അതുപോലെ ഷാഫി പറമ്പിലിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ കൂടി ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യണം. വേറൊന്നുമല്ല, ഷാഫി പറമ്പിൽ ശശികല ടീച്ചറിനെ പോലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് വായടപ്പിക്കുന്ന രീതിയിൽ ഒരു മറുപടിയുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇവിടെ വെച്ചുതരാം. അതിന് മുമ്പ് ശശികല ടീച്ചറിൻ്റെ പോസ്റ്റിലോട്ട് ഞാൻ പോവാം. ശശികല ടീച്ചർ ആദ്യം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അത് നമ്മുടെ രാഹുൽ ഗാന്ധി പറഞ്ഞത് സത്യമെന്ന്, മോദി ഭാരതത്തിലെ യുവാക്കളുടെ ഭാവി തകർത്തു എന്ന് പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധിയെ ട്രോളിക്കൊണ്ട് ശശികല ടീച്ചർ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നരേന്ദ്രമോദിയെ അങ്ങോട്ട് പുകഴ്ത്തി വെച്ചിട്ട് അവസാനം വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചു എന്നറിഞ്ഞപ്പോഴത്തേക്ക് മെഴുകിക്കൊണ്ടൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുമ്പേ ഞാൻ ഇവിടെ ഒരു പട്ടി ഷോയുടെ ഒരു വീഡിയോ ഞാൻ വെച്ച് തരാം. PSCയുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ കേരളത്തിൽ സമരം നടത്തുന്ന ഒരു പട്ടി ഷോ കാണിക്കുന്ന ഒരു വ്യക്തിയുടെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും. ഞാനിത് കണ്ടപ്പം വിചാരിച്ചു, ഇവിടെ കിടന്ന് ഈ പട്ടി ഷോ കാണിക്കുന്ന സമയം കൊണ്ടിട്ട് അങ്ങ് ഡൽഹിയിൽ പോയി, ജന്തർ മന്ദറിൽ പോയി അവിടെ സമരത്തിന് അനുകൂലിച്ചായിരുന്നെങ്കിൽ അതിനൊരു ന്യായമെങ്കിലും ഉണ്ടെന്നെങ്കിലും പറയാമായിരുന്നു അല്ലേ. ഇവിടെ കിടന്ന് പട്ടി ഷോ കാണിക്കുന്ന ഒരു പട്ടി ഷോ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കണേ. അപ്പം എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് മസ്റ്റായിട്ടൊന്ന് വീഡിയോ കാണുന്ന ആളുകളെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ എല്ലാവരും ചാനലും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യണം. ആരും മറക്കല്ല്, സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം. അപ്പോൾ ഞാനിവിടെ പട്ടി ഷോയുടെ വീഡിയോ ഒന്ന് ഞാൻ വെച്ച് തരാം. അതിനുശേഷം ശശികല ടീച്ചറിൻ്റെ പോസ്റ്റ് ഞാനിവിടെ വായിക്കാം. ഇവരൊക്കെ എങ്ങനെയാണ് ഒരു ടീച്ചറായതൊന്ന് ആലോചിച്ച് നോക്കി. ഇവരൊക്കെ പഠിപ്പിച്ച പിള്ളേരുടെ അവസ്ഥയൊന്നും ഞാനൊന്ന് ആലോചിച്ച് നോക്കുകയാണ്. മനസ്സിനകത്ത് വിഷവും വിദ്വേഷവും വർഗീയതയും മാത്രം കുത്തിവെച്ച് നടക്കുന്ന ഒരു വെറും വിഷജീവിയായി മാറിക്കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ പറയാം ഈ ശശികല ടീച്ചർ അല്ലേ. ഇങ്ങനെയൊന്നും ആവരുത് ടീച്ചറെ. നിങ്ങളൊക്കെ ഒരുപാട് വിദ്യാർത്ഥികൾ പഠിപ്പിച്ചിട്ടുള്ള ഒരു ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന ആളുകളാണ്. ഒരിക്കലും ഇങ്ങനെ വർഗീയ വിദ്വേഷം റീച്ചിന് വേണ്ടിയിട്ട് ഇങ്ങനെ വർഗീയത തുപ്പി നടക്കാതെ നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പഠിപ്പിച്ച് നിങ്ങൾ വിട്ട കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ എഴുതുന്നൊരു നീറ്റ് പരീക്ഷയാണ്. ആ നീറ്റ് പരീക്ഷയിൽ ക്രമക്കേട് കാണിച്ച് 20ഓളം കുട്ടികളുടെ ജീവൻ വരെ അപകടത്തിലാക്കിയിട്ട് ആ ഒരു സിസ്റ്റത്തെ സപ്പോർട്ട് ചെയ്യുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യില്ല. ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഞാൻ ആ ഒരു പട്ടി ഷോയുടെ വീഡിയോ ഞാൻ വെച്ച് തരാം. നിങ്ങളത് കണ്ടു നോക്കി, എന്തൊരു പട്ടി ഷോ ആണ് ഇവിടെ കാണിക്കുന്നതെന്ന്. ഇതങ്ങ് ജന്തർ മന്ദറിൽ പോയി കാണിച്ചായിരുന്നെങ്കിൽ കുറച്ച് ന്യായമെങ്കിലും ഉണ്ടെന്ന് പറയാമായിരുന്നു അല്ലേ. ഇനി ഞാനിവിടെ ശശികല ടീച്ചർ പങ്കുവെച്ച 2 പോസ്റ്റുകൾ ഞാൻ വായിക്കാം. അതിനുശേഷം ഷാഫി പറമ്പിൽ ഇങ്ങനെയുള്ള ശശികല ടീച്ചറിനെ പോലെയുള്ള ആളുകൾക്ക് ചുട്ട മറുപടി കൊടുക്കുന്നൊരു വീഡിയോ ആയിട്ട് വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചതിന് ശേഷം, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിന് ശേഷം ഷാഫി പറമ്പിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കൂടെ ഞാനിവിടെ വെച്ച് തരാം, നിങ്ങൾ കണ്ടു നോക്കണേ. അപ്പോൾ ശശികല ടീച്ചർ ആദ്യം ഇട്ട പോസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം നമ്മൾ രാഹുൽ ഗാന്ധി പറഞ്ഞല്ലോ, മോദി ഭാരതത്തിലെ യുവാക്കളുടെ ഭാവി തകർക്കുന്നു എന്ന് പറഞ്ഞൊരു പ്രസ്താവനയുണ്ടല്ലോ. ആ പ്രസ്താവനയ്ക്കെതിരെയാണ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. രാഹുൽ ഗാന്ധി പറഞ്ഞത് സത്യം, മോദി ഭാരതത്തിലെ യുവാക്കളുടെ ഭാവി തകർത്തു. 2013 അതായത് കോൺഗ്രസ് സർക്കാർ രാജ്യം ഭരിക്കുമ്പോൾ ഇന്ത്യയിലാകെ 51,348 MBBS സീറ്റുകളാണ്
ഉണ്ടായിരുന്നത്. 387 മെഡിക്കൽ കോളേജുകളിലായി. എന്നാൽ ഇന്ന് 2026 441 സർക്കാർ കോളേജുകളിൽ 63,296 382 സ്വകാര്യ കോളേജുകളിലായി 73,643 സീറ്റുകളുമായി ആകെ ഇന്ത്യയിൽ 823 കോളേജുകളായി 13,699 MBBS സീറ്റുകളുണ്ട്. ഇത്രയും പേർ വർഷം തോറും ഡോക്ടർമാരായാൽ ചികിത്സിക്കാൻ രോഗികൾ എവിടെ? മറുപടി പറയൂ മോദി എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ നമ്മുടെ രാഹുൽ ഗാന്ധിയെ ട്രോളുന്നത്. അതിനുശേഷം ശശികല ടീച്ചർ മെഴുകിക്കൊണ്ട് ഇന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചതിന് ശേഷം മെഴുകിക്കൊണ്ടൊരു പോസ്റ്റ് ഇടുന്നുണ്ട്. ഇത് നല്ല മാതൃകയാണ്. രാജ്യമാണ് വലുത്, അത് നശിപ്പിക്കാൻ നിലക്കുന്നവർക്ക് വഴിമരുന്നിടാതിരിക്കൽ തന്നെയാണ് ഭംഗി, അടിച്ചമർത്താം. പക്ഷേ അതുണ്ടാകുന്ന പരുക്ക് ചെറുതല്ല. ആസൂത്രകർ ആഗ്രഹിച്ചത് അതാണ്. ഭരണം ഉത്തരവാദിത്വ ബോധം വർദ്ധിപ്പിക്കുന്നു എന്നതുകൊണ്ട് ഇതാണ് ശരിയായ മാർഗം. അങ്ങ് പാർട്ടി ചുമതലകളിൽ കൂടുതൽ സജീവമാകുന്നത് കാണാൻ ഞാൻ ഉൾപ്പെടെ പലരും കാത്തിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. ഒപ്പം ശക്തമായ പിന്തുണയും. എൻ്റെ യുവ സുഹൃത്തുക്കളെ, കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളേറെയായി ഞാൻ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വിദ്യാഭ്യാസ പരിഷ്കരണത്തിനുമായി സമർപ്പിതനായി പ്രവർത്തിച്ചു. ശക്തവും ഉൾക്കൊള്ളുന്നും ദീർഘദർശിനിയായ ഒരു വിദ്യാഭ്യാസ സംവിധാനമാണ് ശക്തമായ രാഷ്ട്രത്തിൻ്റെ അടിത്തറ എന്ന് ഞാൻ എന്നും വിശ്വസിച്ചിട്ടുണ്ട്. രാജ്യത്തെ യുവാക്കളുടെ അഭിലാഷങ്ങളെയും വികാരങ്ങളെയും ന്യായമായ പ്രതീക്ഷകളെയും ഞാൻ ആഴത്തിൽ ബഹുമാനിക്കുന്നു. ഇന്ത്യയിലെ യുവതലമുറയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുക എന്നത് നമ്മുടെയെല്ലാം രാഷ്ട്രീയവും സാമൂഹികവുമായ ജീവിതത്തിൻ്റെ ധാർമ്മിക പ്രതിജ്ഞയാണ്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ദീർഘദർശിനിയായി നേതൃത്വത്തിൽ രാഷ്ട്രത്തെ സേവിക്കാൻ എനിക്ക് ലഭിച്ച അവസരത്തിന് ഞാൻ പ്രധാനമന്ത്രിയോട് നന്ദി രേഖപ്പെടുത്തുന്നു. എന്നാൽ 2026 മെയ് 3 നടന്ന നീറ്റ് UG പരീക്ഷയിൽ ക്രമക്കേടുകൾ കണ്ടെത്തി ഇന്ത്യ ഗവൺമെൻറ് ഇത് ഉടനടി ഗൗരവമായി പരിഗണിച്ച് അന്വേഷണം CBI ഏൽപ്പിക്കുകയും പരീക്ഷ റദ്ദാക്കി പുതിയ തീയതി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതോടൊപ്പം അടുത്ത വർഷം മുതൽ ഈ പരീക്ഷ CBI കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് രീതിയിൽ നടത്താനും തീരുമാനിച്ചു. ഈ കാലയളവിൽ 20 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളുടെ പരീക്ഷ സുഗമമായി നടത്തുക എന്നതായിരുന്നു ഞങ്ങളുടെ പ്രധാന മുൻഗണന. ഇതിനായി വോൾ ഓഫ് ഗവൺമെൻറ് അപ്രോച്ച് എന്ന നിലയിൽ പ്രവർത്തിച്ചു. ഇതിൽ കേന്ദ്ര സർക്കാരിനൊപ്പം സംസ്ഥാന സർക്കാരുകൾക്കും പ്രത്യേകിച്ച് ജില്ലാ ഭരണകൂടങ്ങൾക്കും സുപ്രധാന പങ്കുണ്ടായിരുന്നു. വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും മാതാപിതാക്കളുടെയും സഹകരണത്തോടെ 2026 ജൂൺ 21 ഈ പരീക്ഷ പൂർത്തിയായി. ആദ്യ ദിവസം മുതൽ തന്നെ ഞാൻ ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. ഈ സാഹചര്യത്തിൽ നിന്ന് ഒരിക്കലും മുഖം തിരിച്ചില്ല. പരീക്ഷാ മാഫിയ കാരണം ഒരു മിടുക്കനായ വിദ്യാർത്ഥിയുടെയും സാധ്യതയും തകരാർ അനുവദിക്കില്ല. ഒരു വിദ്യാർത്ഥിയോടും അനീതി ഉണ്ടാകാൻ അനുവദിക്കില്ല എന്നതായിരുന്നു എൻ്റെ പ്രതിജ്ഞ. ജൂലൈ 16 പ്രഖ്യാപിച്ച നീറ്റ് UG ഫലങ്ങൾ തൃപ്തികരമായിരുന്നു. ദരിദ്ര പശ്ചാത്തലത്തിൽ നിന്നുള്ള നിരവധി മിടുക്കരായ വിദ്യാർത്ഥികൾക്കും വിജയം നേടാൻ കഴിഞ്ഞു. ഓക്കെ, ഇങ്ങനൊരു പോസ്റ്റാണ് ധർമ്മേന്ദ്ര പ്രധാൻ ഇട്ട പോസ്റ്റ് കൂടെ ഷെയർ ചെയ്തുകൊണ്ടാണ് ഇവിടെ ശശികല ടീച്ചർ മെഴുകിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. ഇപ്പം ഈ പറഞ്ഞതുപോലെ ശശികല ഇവരെ പോലെയുള്ള ആളുകൾ, ഒരു ഗുരുതുല്യമായിട്ട് കാണേണ്ട ആളുകൾ ഇങ്ങനെ വർഗീയതയും ഇതുപോലുള്ള നീതിക്ക് വേണ്ടി സംസാരിക്കാതെ അതിനു വേണ്ടി ആ നീതി കിട്ടേണ്ട ആളുകൾക്ക് വേണ്ടി നീതി മേടിച്ചു കൊടുക്കാതെ ഈ പറഞ്ഞിട്ടുള്ള ഇങ്ങനെയുള്ള ആളുകൾ കൂടെ ചേർന്നിട്ട് ഒപ്പം നിന്ന് നീതി മേടിച്ചു കൊടുക്കേണ്ട പിള്ളേർക്കെതിരെ സംസാരിക്കുന്ന ഒട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. ഇനി ഞാനിവിടെ ഷാബി പറമ്പിലിൻ്റെ ഒരു വീഡിയോ പുള്ളി പങ്കുവച്ചിട്ടുണ്ട്. അതും കൂടെ ഞാനിവിടെ വെച്ച് തരാം. അതും കൂടെ നിങ്ങൾ കേട്ടു നോക്കുക. ഇതുപോലെ ശശികല ടീച്ചറിനെ പോലെയുള്ള ആളുകൾക്ക് ചുട്ട മറുപടി കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് ഷാബി പറമ്പിൽ ഇവിടെ പങ്കുവച്ചിട്ടുള്ളത്. അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കേ. ഇന്ത്യയെ സ്നേഹിക്കുന്ന ഓരോ പൗരനും ഇത് അഭിമാനത്തിന്റെ നിമിഷങ്ങളാണ്, പോരാട്ടത്തിന്റെ വിജയമാണ്. ഇന്ത്യയുടെ യുവതക്ക്, ഇന്ത്യയുടെ വിദ്യാർത്ഥി കരുത്തിന് എന്റെ സല്യൂട്ട്, നമ്മുടെ സല്യൂട്ട്. ഈ രാജ്യം ഒരു കാര്യം പ്രത്യേകം ഭരണകൂടത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. അധികാരത്തിലിരിക്കുന്നവരുടെ ശക്തിയേക്കാൾ വലുതാണ് ജനങ്ങളുടെ ശക്തി എന്ന് മറന്നുപോയവരെ ജനം അത് ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു. യുവത അത് ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു. വിദ്യാർത്ഥികൾ അത് ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു. പട്ടിണി കടന്നും ലാത്തിയടിയേറ്റും ടിയർ ഗ്യാസിങ്ങിനിരയായിട്ടും പെല്ലറ്റുകൾ ഏൽക്കേണ്ടി വന്നിട്ടും ഡൽഹിയുടെ തെരുവുകളിൽ, രാജ്യത്തിന്റെ തെരുവുകളിൽ ഒട്ടും വീര്യം ചോരാതെ പോരാടിയ യുവതയുടെ വിജയമാണ്, വിദ്യാർത്ഥികളുടെ വിജയമാണ്.
ആ സമരത്തിനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിയ, രാജ്യത്തുടനീളം നേതൃത്വം നൽകിയ, തെരുവിലിറങ്ങിയ, മനസ്സുകൊണ്ട് ഈ സമരത്തിനൊപ്പം നടന്ന, പ്രതികരണങ്ങൾ നടത്തിയ എല്ലാവർക്കും സമരാഭിവാദ്യങ്ങൾ. ഒപ്പം ഇന്ത്യയുടെ യുവതയെ, രാജ്യത്തിന്റെ വിദ്യാർത്ഥി ശക്തിയെ അധികാരത്തിന്റെ ഹുങ്കുപയോഗിച്ച് തെരുവിൽ തല്ലിത്തോൽപ്പിക്കാൻ തീരുമാനിച്ച ഒരു ഭരണകൂടത്തോട്, ഈ നാട്ടിൽ ആ ചെറുപ്പക്കാരെ അതിക്രൂരമായി മർദ്ദിച്ച് അവരുടെ പോരാട്ടങ്ങൾക്ക് അവസാനം കുറിച്ചിട്ട് വിദ്യാർത്ഥികളെക്കാളും പ്രധാനമാണ് എന്ന് കരുതിയ പ്രധാനമന്ത്രിക്ക് സ്വന്തം നിലപാട് തിരുത്തേണ്ടി വന്നതിന്റെ പിന്നിൽ പാറ പോലെ ഉറച്ച നിലപാടുകളുമായി വിദ്യാർത്ഥിക്കൊപ്പം നിന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ വസതിയുടെ മുമ്പിൽ നിന്ന് ഈ യുവതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നിന്ന് 1 ഇഞ്ച് പുറകോട്ട് പോകില്ലെന്ന് പറഞ്ഞ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾക്ക്, പ്രിയപ്പെട്ട ജനപ്രതിനിധികൾക്ക്, പൊതുപ്രവർത്തകർക്ക്, മാധ്യമപ്രവർത്തകർ, ഈ സമരത്തിനൊപ്പം നടന്നവർക്ക് എല്ലാവർക്കും സമരാഭിവാദ്യങ്ങൾ. ഇന്ത്യ ജയിച്ചിരിക്കുന്നു, നരേന്ദ്രമോദിയുടെ ഭരണകൂടം തോറ്റിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, ഷാഫി പറമ്പലിനെ പോലുള്ള എംപിമാരൊക്കെ ഇതുപോലുള്ള സമരങ്ങളിൽ പോയി, ഞാനൊരു MP ആണ്, അല്ലെങ്കിൽ ഞാനൊരു മന്ത്രിയാണ്, നമ്മളെ മുഖ്യമന്ത്രി വരെ അവിടെ പോയി ഇവർക്ക് പിന്തുണ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇങ്ങനെ മാറി നിൽക്കാതെ അവിടെ പോയി സമരത്തിന് ആ വിദ്യാർത്ഥികൾക്ക് കൂടെ, കട്ടയ്ക്ക് കൂടെ അവരെ സപ്പോർട്ട് ചെയ്ത് നിന്ന്, സത്യം പറഞ്ഞാൽ ഇവർക്കൊക്കെ ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കണം. എല്ലാ ആളുകൾക്കും, വിദ്യാർത്ഥികൾക്കും, ഈ ഒരു സമരത്തിൽ പങ്കെടുത്തവർക്കും പിന്തുണ, ആ സമരത്തിൽ പങ്കെടുക്കാൻ സാധിക്കാതെ പിന്തുണ കൊടുത്ത ആളുകൾക്ക് വരെ ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം. എത്രയോ ആളുകൾ, അവിടെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ആഹാരങ്ങൾ കൊണ്ടുപോയി കൊടുക്കുകയും വെള്ളം കൊണ്ടുപോയി കൊടുക്കുകയും എല്ലാം ചെയ്ത് നമ്മൾ കണ്ടതാണ്. അതിനുവേണ്ടി മാത്രം അവിടെ പോയിട്ടുള്ള കുറേ ആളുകളും ഉണ്ടായിരുന്നു ആ സമരത്തെ പിന്തുണച്ചുകൊണ്ട്, അല്ലേ? ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് രഞ്ജിനി ഹരിദാസിൻ്റെ ഒരു വോയിസ് വന്നിട്ടുണ്ട്. അത് ഞങ്ങളിവിടെ വെച്ച് തരാം. സത്യം പറഞ്ഞാൽ രഞ്ജിനി ഹരിദാസിനെ പോലെയുള്ള ആളുകളൊക്കെ രംഗത്ത് വരുന്നത് കറക്റ്റായിട്ടുള്ള കാര്യമാണ്. തൻ്റെ ഇടത്തോടു കൂടി ഇതിനെതിരെ പ്രതികരിച്ച ഒരു ലേഡി തന്നെയാണ് കേട്ടോ. അതിനകത്ത് യാതൊരു സംശയമില്ല. രഞ്ജിനി ഹരിദാസ് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, ട്രൂ വേർഡ്സ് ആയിട്ടുള്ള, സത്യസന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൂടെ നിങ്ങളൊന്ന് കേട്ട് നോക്കാം. രഞ്ജിനി ഹരിദാസ് കുറിച്ച്, രഞ്ജിനി സമരവേദിയിലേക്ക് പോയതാണ്. രാഖിരാമാനം സമരവേദിയിലേക്ക് പോവുകയും സമരത്തിനൊപ്പം നിൽക്കുകയും അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ശക്തമായ പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്തതാണ്. അപ്പോൾ ആ സമരത്തിന്റെ ഒരു റോള് രഞ്ജിനിക്കുണ്ട്. വളരെ കുറഞ്ഞ ദിവസങ്ങൾ രൂപപ്പെട്ട ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ ഒരു വലിയ ആവശ്യം നേടിയെടുക്കുകയാണ്. എന്താണ് അതിനുള്ള ആദ്യ പ്രതികരണം രഞ്ജിനി? ഓ മൈ ഗോഡ്, ഞാൻ ഷൂട്ടിനിടയിലാണ് ഇത് കേട്ടത്. എനിക്ക് എന്റെ മനസ്സിൽ, എന്റെ ഹൃദയത്തിൽ നിന്ന് വലിയൊരു കല്ല്, ഒരു വലിയ വെയിറ്റ് മാറ്റിയ ഒരു ഫീലിംഗ് ആണ്. എനിക്ക് അത്രയധികം സന്തോഷമുണ്ട്. ഇതെനിക്കൊരു പേഴ്സണൽ വിക്ടറി പോലെ തോന്നുന്നുണ്ട്. ബിക്കോസ് അത്രയധികം ബുദ്ധിമുട്ടി പോരാടി നേടിയെടുത്ത ഒരു വിജയമാണിത്. ഞാൻ എങ്ങനെ പറഞ്ഞതെന്നറിയില്ല. ഈ കൊച്ചുകളുണ്ടല്ലോ, ദ ഫ്യൂച്ചർ ഓഫ് ദിസ് കൺട്രി, ഈ സ്റ്റുഡന്റ് കമ്മ്യൂണിറ്റി, കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നും തുടങ്ങിയ ഈ ഒരു പ്രൊട്ടസ്റ്റ്, അത് ആളിക്കത്തി ഇന്ത്യ മൊത്തം പടർന്ന് സ്റ്റുഡൻസ് ഒക്കെ അവിടെ എത്തി ആ മാർച്ച് നടത്താൻ ഇവർ സമ്മതിച്ചിരുന്നെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ലായിരുന്നു. ലാത്തി ചാർജ് ചെയ്ത് ഇവരെ കൊല്ല ചെയ്ത് എല്ലാ രീതിയിലും ഇവരുടെ ശബ്ദം നിശബ്ദമാക്കാൻ ശ്രമിച്ച ഒരു ഗവൺമെന്റിനാണ് ഞാൻ അവിടെ കണ്ടത്. അതിനുശേഷം എന്തൊക്കെയാണ്, ഭക്ഷണം അയക്കുന്നില്ല, വെള്ളമില്ല, വാട്ടർ ഇല്ല, ഇലക്ട്രിസിറ്റി ഇല്ല, എല്ലാ രീതിയിലും ഇവരെ അടിച്ചമർത്താൻ, ഇവരുടെ ശബ്ദം പുറത്തെത്താതിരിക്കാൻ ശ്രമിച്ചതിന് ശേഷം ഇന്ന് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു എന്ന് കേൾക്കുമ്പം എന്റെ ജനാധിപത്യത്തിൽ എന്റെ പോയ വിശ്വാസം, അത് ഈ കൊച്ചുകൾ കാരണം അതെനിക്ക് തിരിച്ചു കിട്ടി കുറച്ചെങ്കിലും. സോ ഐ എം സോ ഹാപ്പി. ബിക്കോസ് ഞാൻ ഈ രാജ്യത്ത് ജീവിച്ചത് ഒരു ധൈര്യത്തോടെയാണ്. ഇത് എന്റെ രാജ്യമാണ്, ഞങ്ങൾ ഉണ്ടാക്കുന്ന ഗവൺമെന്റ് ആണ്, ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ. പക്ഷെ അത് എന്റെ കൺമുന്നിൽ അത് മാറിക്കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ എനിക്കത് സഹിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവരുടെ കൂടെ അവിടെ പോയി നിന്നത്. ബിക്കോസ് എനിക്ക് സംസാരിക്കാനുള്ള ഫ്രീഡം ഉണ്ട്, എനിക്ക് ഐ ഹാവ് ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ. അതൊക്കെ ഇത്രയും മോശമായ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ, നമ്മളൊരു ചോദ്യം ചോദിച്ചാൽ അത് ഉത്തരം തരാൻ പറ്റാത്ത രീതിയിൽ അത് ഒളിച്ചു മാറുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ അടിച്ചമർത്തുമ്പോൾ, അത് എന്തിനും നമ്മൾ സഹിക്കണം. നമ്മുടെ ജനറൽ സെക്രട്ടറി ആവശ്യം തന്നെ. പക്ഷെ നമ്മളെ ഇത്രയും അൺഡിഫീറ്റഡ് ആയിട്ട് ഇത്രയും സാക്രിഫൈസ് ചെയ്ത് അടിയൊക്കെ ഏറ്റ് വാങ്ങി എന്നാലും ഗിവപ്പ് ചെയ്യാതെ അവിടെ പോരാടി ഈ വിജയം കൈക്കൊണ്ടുവന്നത് സ്റ്റുഡൻസ് ആണ്. അവരെ നമ്മൾ